ഓർമ്മ നഷ്ടപ്പെട്ട നിലയിൽ കുവൈറ്റിൽ നിന്നും കൊച്ചിയിൽ വിമാനമിറങ്ങിയ ശേഷം കാണാതായ കൊൽക്കത്ത സ്വദേശി സൂരജ് ലാമയ്ക്ക് വേണ്ടിയുള്ള അന്വേഷണം സംസ്ഥാന വ്യാപകമാക്കാൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടു. എല്ലാ പോലീസ് സ്റ്റേഷനിലും നിർദ്ദേശം നൽകണമെന്നും സൂരജ് ലാമയുടെ ചിത്രം പ്രചരിപ്പിക്കണമെന്നുമാണ് കോടതിയുടെ നിർദ്ദേശം. സൂരജ് ലാമയെ കാണാതായിട്ടിപ്പോൾ 1.5 മാസം പിന്നിട്ടു. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് വീണ്ടും ചേരുന്നു. പറയൂ വിഷ്ണു, ലാമ എങ്ങോട്ട് പോയെന്ന് വല്ല വിവരവും കിട്ടിയോ? SKN ആർക്കും ഒരു വിവരവുമില്ല. ലാമ എവിടെയാണ് എന്ന ചോദ്യത്തിന് ഇനിയും ഉത്തരം കണ്ടെത്താനായിട്ടില്ല. എറണാകുളത്തിന്റെ എല്ലാ മേഖലകളും കേന്ദ്രീകരിച്ച് പ്രത്യേക അന്വേഷണ സംഘം പരിശോധന നടത്തി, പക്ഷേ കണ്ടെത്താനായിട്ടില്ല. ആ പശ്ചാത്തലത്തിലാണ് ഹൈക്കോടതി വീണ്ടും ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെട്ടിരിക്കുന്നത്. എറണാകുളത്തേക്ക് മാത്രം പരിശോധന ചുരുക്കാതെ സംസ്ഥാന വ്യാപകമായി പരിശോധന നടത്താനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സ്വയം എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ പ്രതിസന്ധി നിലനിൽക്കുന്നതെന്ന് കോടതി വിലയിരുത്തുന്നു. ആ പശ്ചാത്തലത്തിലാണ് ഈ ചിത്രമടക്കം ജനങ്ങളുടെ ഇടയിലേക്ക് പ്രചരിപ്പിച്ച് ഏതെങ്കിലും ആൾ ഇദ്ദേഹത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ ആ വിവരം പോലീസ് സ്റ്റേഷനെ അറിയിക്കണമെന്ന് ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത്. ഒരു മനുഷ്യൻ കുവൈറ്റിൽ നിന്നെത്തി ആദ്യഘട്ടത്തിൽ പോലീസിന്റെ ലഭ്യമാകുന്നു. പോലീസ് പിന്നീട് ആശുപത്രിയിലാക്കിയ ശേഷമാണ് ലാമയെ കാണാതാവുന്നത്. എവിടെ പോയെന്ന ചോദ്യത്തിന് ആർക്കും ഉത്തരവില്ലാതാവുന്നത്. അദ്ദേഹത്തിന്റെ മകൻ ഇപ്പോഴും പിതാവിനെ തേടി നടക്കുന്നു. ആ കാഴ്ചയൊക്കെ വളരെ സങ്കടം ജനിപ്പിക്കുന്നതാണ് എന്ന് കോടതി തന്നെ പറയുന്നുണ്ടായിരുന്നു. ഈ ലാമയെ കണ്ടെത്തുന്നതുവരെ കോടതിക്ക് വിശ്രമമില്ല എന്നാണ് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ ഇന്ന് കഴിഞ്ഞ ദിവസം ഈ ഉത്തരവ് പുറപ്പെടുവിച്ച് പറഞ്ഞത്. ലാമയെ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് പ്രത്യേക അന്വേഷണ സംഘമുള്ളത്. SK ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.